കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതു. വളരെ സന്തോഷമായിട്ടോ. ഇന്ന് ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തിയാണ്. മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി. ഇന്നിപ്പോൾ ഇല്ലനിറയായിരുന്നല്ലോ. അപ്പോൾ ഗുരുവായൂരപ്പന് നിറയായതുകൊണ്ട് രാവിലെ അതിൻ്റെ ചടങ്ങുകളൊക്കെയാണ്. നല്ല തിരക്കായിരുന്നു. വളരെ നന്നായിട്ട് ആ ഇല്ലനിറയൊക്കെ നടന്നു. അപ്പം ഇന്ന് മേൽശാന്തിയാണ് ഉച്ചപൂജ ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് കളഭാലങ്കാരം ഉണ്ടായത് മൂന്നൂലം ഭഗവതിക്കനാണ്. വളരെ നല്ല രസകരമായിട്ട് താമരമുകളിൽ നൃത്തം ചെയ്യുന്ന ഒരു ഉണ്ണിക്കണ്ണനായിട്ടാണ് ചാർത്തിയിട്ടിട്ടുള്ളത് കളഭാരം. വളരെ നന്നായിട്ടുണ്ട്. താമരയൊക്കെ ഇങ്ങനെ ചന്ദനം കൊണ്ടാണ് താമര ചാർത്തിയിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ രണ്ട് കാലം കൊണ്ടും ഇങ്ങനെ നൃത്തം ചെയ്യാനുള്ള അതിലാണ്. ആ വലത്തെ കയ്യിലൊരു വെണ്ണുരുളി ഉണ്ടല്ലോ, ഇടത്തെ കയ്യിൽ ഓടക്കുഴലുണ്ട്. പീലിയൊക്കെ ഉള്ള ഒരു ഉണ്ണിക്കണ്ണനാണ്. നല്ല രസമായിട്ടുണ്ട്. കൊടുന്നനെ ഉണ്ട് കാണാനേ. എന്താ രസം എന്നറിയോ. വളരെ അങ്ങനെ മൂപ്പരും ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം എന്താ വെച്ചാൽ വെണ്ണയാണ് കഴിക്കാനുള്ളത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കളിക്കാനാണെങ്കിലോ ഏറ്റവും നല്ല താമര മുട്ടുണ്ട്. അതിൻ്റെ മുകളിൽ താമരപ്പൂവിൻ്റെ മുകളിൽ ഇങ്ങനെ ചാടി കളിക്കാൻ നല്ല രസമല്ലേ. വലിയ താമരപ്പൂവല്ലേ. അപ്പോൾ അങ്ങനെ നൃത്തം ചെയ്യുകയാണ് ആൾ. പിന്നെ നമ്മളെയൊക്കെ ഇങ്ങനെ നോക്കല്ലേ, നമ്മളെയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ വരുമ്പോൾ ഇപ്പോൾ ഇല്ലനിറയൊക്കെ ആയതുകൊണ്ട് നമ്മളെയൊക്കെ ഇങ്ങനെ നോക്കി ശ്രദ്ധിച്ച് വരുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് നോക്കുകയാണ്. അപ്പോൾ നോക്കിയിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് അതിങ്ങനെ ചാർത്തിയിട്ടുണ്ട്. കളവം കൊണ്ട് നല്ല ചാർത്തലാണ് ചാർത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മാങ്ങാമുട്ടുമാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ പൊന്നും ഗോപി ഒക്കെ ഇങ്ങനെ ചാർത്തിയിട്ട് നെയ്വിളക്കിൻ്റെ പ്രഭയിൽ ഇങ്ങനെ വളരെ കേമായിട്ട് ഇങ്ങനെ കാണാനുണ്ട്. നല്ല തിളക്കത്തിലാണ്. നല്ലൊരു പുഞ്ചിരിയൊക്കെ ആയിട്ടാണ് കേട്ടോ. ചിരിക്കാൻ പറ്റാതിരിക്കില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ വെണ്ണവരുടെ കൈ കിട്ടി. അപ്പോൾ പിന്നെ ഇനി എന്താ, നമ്മളെ കാണും കൂടിയും ചെയ്യുമ്പോൾ വളരെ സന്തോഷമായി. അപ്പോൾ അതാണ് ഇപ്പം ഇന്ന് അവിടെ ഉള്ളത് ശ്രീലകത്ത്. ഇന്ന് മൊത്തത്തിൽ നല്ല നിറയൊക്കെ കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ നമ്മളെല്ലാവരും സമൃദ്ധിയിലേക്ക് എത്തി എന്നുള്ളതാണ് മൂപ്പരുടെ ആ ഒരു ഇതേ. ചിങ്ങം പറന്നിട്ടുള്ളതൊക്കെ ആയില്ലേ. അപ്പം അതുകൊണ്ട് വളരെ സന്തോഷമായിട്ടാണ്. അപ്പോൾ എല്ലാവരും എന്നെ കേൾക്കുന്നവരെല്ലാവരും നമ്മളിപ്പോൾ ഗുരുവായൂർ നടയിലേക്ക് എത്തുകയാണ് കേട്ടോ. നടയിലേക്ക് എത്തിയിട്ട് സോപാനപ്പടിയുടെ അവിടെ എത്തി നമ്മൾ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൽ കളഭം കൊണ്ടുള്ള ഉണ്ണിക്കണ്ണനെ ഇങ്ങനെ താമരക്കണ്ണനെ ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ അത് കണ്ടതായിട്ടിങ്ങനെ നമ്മൾ സ്മരിക്കുക. അപ്പോൾ നമ്മളെ മനസ്സ് അവിടെ എത്തട്ടെ. എല്ലാവരുടെയും മനസ്സിപ്പോൾ തൃപ്പടിയുടെ അടുത്തെത്തി. ഇനി ആ തൃപ്പടിയിൽ നിന്ന് നമ്മൾ നോക്കിയിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം നമ്മളോട് നമ്മളെ എന്താ പറയുക ആശീർവദിക്കുകയാണ്. ആ പുഞ്ചിരി സുസ്മേരവദനായിട്ടിങ്ങനെ ചാടിക്കളിക്കണ കുഞ്ഞി കണ്ണനായിട്ടിങ്ങനെ നിൽക്കല്ലേ, ആ വെണ്ണക്കണ്ണനായിട്ടിങ്ങനെ നിൽക്കുമ്പോൾ അപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാവും. നമ്മളെ സ്മരണയിൽ വന്ന എല്ലാ കാര്യങ്ങൾക്കും പെട്ടെന്ന് തന്നെ തീരുമാനം ഉണ്ടാക്കിത്തരും. ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കും. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം സിദ്ധിക്കട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ.